വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പഴയ നിയമ ഗ്രന്ഥത്തിലെ 8-ാം പുസ്തകമാണ് 4 അധ്യായങ്ങൾ മാത്രമുള്ള റൂത്തിൻ്റെ പുസ്തകം. BC 1030-നും 1010-നും ഇടയ്ക്ക് സാമുവേൽ ഇസ്രായേൽക്കാർക്ക് വേണ്ടി രചിച്ചതാണ് ഈ പുസ്തകമെന്ന് കരുതപ്പെടുന്നു. യഹൂദ വംശജയല്ലാത്തവളും മൊവാബിയുമായ റൂത്തിനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. റൂത്തിൻ്റെ ഭർത്താവ് മഹലോൻ എലിമേലെക്ക് എന്ന യൂദാ വംശജനായ ഒരു ഇസ്രായേൽക്കാരൻ്റെ മകനായിരുന്നു. റൂത്ത് തൻ്റെ ഭർത്താവും ഭർത്തൃപിതാവ് എലിമേലെക്കും അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് മൊവാബിൽ താമസിക്കുമ്പോൾ എലിമേലെക്ക് മരിച്ചു. മഹലോൻ്റെ മരണശേഷം നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവളോടൊപ്പം ജെറുസലത്തേക്ക് പോന്നു. ദൈവം അവളെ അനുഗ്രഹിച്ചു. വിശ്വസ്തതയ്ക്ക് അവളൊരു മാതൃകയായിരുന്നു. അവിടെ അവൾ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിൻ്റെ ഭാര്യയായി. അവർക്ക് ജനിച്ച പുത്രൻ ഉബൈദിൻ്റെ മകനായിരുന്നു ദാവീദിൻ്റെ പിതാവായ ജെസ്സ. അതുവഴി അവളുടെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ യൂദയായിലെ ഒരു ബെത്ലഹേംകാരനായ എലിമേലെക്ക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹലോണും കിലിയോണും, ഭാര്യയും പുത്രന്മാർ ഇവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. എലിമേലെക്കിൻ്റെ മരണശേഷം 10 വർഷത്തിനുള്ളിൽ 2 പുത്രന്മാരും മരിച്ചു. മഹലോൻ്റെ ഭാര്യയായ റൂത്ത് തൻ്റെ അമ്മായിയമ്മയായ നവോമിയോടൊപ്പം ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടപ്പോൾ കിലിയോൻ്റെ ഭാര്യയായ ഓർഫ മോവാബിൽ തന്നെ താമസിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും താലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.